നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ചില വ്യക്തികളുടെ അനുഭവങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കവടിയാറിൽ നിന്നും റിജു എന്ന പേരുള്ള ബ്രദറാണ് തനിക്കുണ്ടായ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ബ്രദർ പറയുന്നത് താൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയും അതോടൊപ്പം ബ്ലഡ് പോകുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ തനിക്ക് സ്റ്റോൺ ഉണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലായി. ഡോക്ടേഴ്സ് സർജറി പറഞ്ഞു. എന്നാൽ അതേ തുടർന്ന് താൻ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ സ്റ്റോണുകൾ ചെറുതാകുകയും അത് ബ്ലാഡറിലെത്തുകയും ചെയ്തു എന്ന് കാണാനിടയായി. എന്നാൽ അതേപോലെ തന്നെ താൻ വൈകിട്ടത്തെ പ്രേയറിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വളരെ പെയിൻ അനുഭവപ്പെടുകയും ആ സ്റ്റോണ് തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ, സർജറി പറഞ്ഞിരിക്കുന്നവർ വിശ്വാസത്തോടെ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി കാത്തിരുന്നാട്ടെ. അവൻ്റെ സൗഖ്യം നിങ്ങളെ തൊടും. ആമേൻ. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഇതൊന്ന് കേൾക്കേണ്ട കാര്യമോ? കല്ല് കയ്യിലുണ്ടോ? ഒന്ന് കാണിച്ചു. ഇതൊന്ന് കാണണം, ഞെട്ടിപ്പോവും കേട്ടാ. ഇത് പൊടിഞ്ഞു പോയ കല്ല, ബാക്കി കേൾക്കാം, എന്നിട്ട് പറയാം ഞാൻ. ഇതൊന്നും നിങ്ങളുടെ കൈ തരാം കേട്ടോ. ഇത് എങ്ങനെ പുറത്തു വന്നു നിങ്ങൾ തന്നെ ചോദിക്കണം. പറ ബ്രദറെ. മെഡിക്കൽ സയൻസിനെ പോലെ അത്ഭുതപ്പെടുത്തിയ അസാധ്യമായ ഒരു കാര്യം കർത്താവ് സാധ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ കുടുംബത്തിൽ പറയാനുള്ളത്. ഈ ബ്രദറിന്റെ പേര് റിജു എന്നാണ്, സിസ്റ്ററിന്റെ പേര് രേണുക. കവടിയാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ഈ ബ്രദർ യൂറിൻ പാസ് ചെയ്തപ്പോൾ ബ്ലഡ് പോയി, കൂടാതെ വല്ലാത്ത പെയിൻ ആയിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എക്സ്റേയും സ്കാനും എടുത്തു. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, 4 എണ്ണം ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. 12 mm 4 mm ആയിരുന്നു അതിന്റെ സൈസ്. നിങ്ങൾക്ക് ഈ കല്ലിന്റെ വലിപ്പം കാണാമോ? ഇത് പൊടിഞ്ഞു പോയ ശേഷമുള്ള കല്ല. ഇവിടുന്ന് കാണാം, അവിടുന്ന് കാണാം.
ഇതൊരു ഇച്ചിരി വലിപ്പമാണ്, കുറച്ച് വലിയ വലിയ കക്ഷിയാണ്. ഇതെങ്ങനെ യൂറിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ എനിക്ക് പിടികിട്ടാതുള്ളൂ. ഇറ്റ്സ് അൺഇമാജിനബിൾ തിങ്. ഇത്രയും വലിയൊരു സാധനം പുറത്ത് വരത്തില്ല. അത് ആ യൂറിൻ ട്യൂബിലൂടെ പുറത്ത് വരത്തില്ല. ഇതിനൊക്കെ വലുതായിരുന്നു, ഇത് പൊടിഞ്ഞു പോയെന്നാ പറയുന്നേ. നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുന്നേ. ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കരമാണ്. കർത്താവിന് എന്തും ചെയ്യാം. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് എന്തും ചെയ്യാം കർത്താവിനെന്ന് പറഞ്ഞേ. അതിനുശേഷം ഡോക്ടർ ഒരാഴ്ചത്തേക്ക് പെയിൻ കില്ലർ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരാഴ്ച പെയിൻ കില്ലർ കഴിച്ചതിന് ശേഷം അനസ്തേഷ്യ ഡോക്ടറിനെ കാണിച്ച് സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ സർജറി കൂടാതെ ഇത് മാറില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞേ. സർജറി വേണമെന്നാണ്. കാരണം 12 mm ഉണ്ട്, 4 mm ഉണ്ട്. 2 സ്റ്റോൺ മാറണമെങ്കിൽ സർജറി ഉണ്ടായേ ഒക്കത്തുള്ളൂ. ഉറപ്പിച്ച് പറഞ്ഞു. അനസ്തീഷ്യ ഡോക്ടർ വന്നിട്ട് കാര്യം തീരുമാനിക്കാം, ഡേറ്റ് തീരുമാനിക്കാം. ഓക്കെ, ഡൺ. അതിനുശേഷം വീട്ടിൽ വന്നു. 2 ദിവസം വരെ ബ്രദർ സോളിഡ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. 2 നേരം കഴിക്കേണ്ട ഡോസ് പെയിൻ കാരണം 4 നേരമായിട്ടാണ് ബ്രദർ കഴിച്ചിരുന്നത്. 3-ാമത്തെ ദിവസം തുടങ്ങി ബ്രദറിന് വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങി. ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കരിക്കും വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ആ സമയം സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരിക്കും വെള്ളം കൊടുത്തു. അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി മാറി. അതിനുശേഷം ചർച്ചിൽ വന്നു, ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ഡോക്ടറിനെ കാണേണ്ട ദിവസം വന്നു. അന്ന് പോയപ്പോൾ വീണ്ടും സ്കാനും CT എടുത്തു, പൊസിഷൻ അറിയാൻ വേണ്ടി. അങ്ങനെ എടുത്തപ്പോൾ ആദ്യം ഇരുന്ന പൊസിഷനിൽ നിന്ന് ചെറുതായി അത് ബ്ലാഡറിൽ എത്തി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നു. ബ്രദർ ഇതുവരെ അന്യഭാഷയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം നമ്മൾ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ ബ്രദർ പങ്കെടുത്ത സമയത്ത് ബ്രദറിന് ഒരു പെയിൻ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ അത്ഭുതം നടക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കാൻ കേട്ട് കൂടിയിരുന്നതാ. അടിപൊളി. പെയിൻ അനുഭവപ്പെട്ടു. അതിനുശേഷം വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ ബ്ലാഡറിൽ ഉണ്ടായിരുന്ന കല്ല് പൂർണ്ണമായി പുറത്തു പോയി എന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ പോയത്. കർത്താവ് ചെയ്ത സൗഖ്യത്തിനായി നമുക്ക് നന്ദി പറയാം. ആ ബ്രദർ എത്ര സന്തോഷത്തോടെയായി സാക്ഷ്യം പങ്കുവെക്കുന്നത്. സർജറി പറഞ്ഞിരുന്നിടത്ത് അത് കൂടാതെ പൂർണ്ണമായൊരു സൗഖ്യത്തെ ദൈവം നൽകി കൊടുക്കാനിടയായി. അതേപോലെ തന്നെ പാച്ചല്ലൂരിൽ നിന്നും വൃന്ദ എന്നൊരു പേരുള്ള സിസ്റ്ററും കൂടെ പറയുകയാണ് തനിക്കുണ്ടായ സൗഖ്യവും സർജറി പറഞ്ഞെടുത്തു എന്ന് കർത്താവ് തന്നെ വിടുവിച്ചതാണ്. തൻ്റെ ഷോൾഡറിന് അതികഠിനമായ വേദനയെ തുടർന്ന് കൈകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കൈ ഉയർത്താൻ കഴിയത്തില്ല, തൻ്റെ കാര്യങ്ങളൊന്നും തനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മനസ്സിലായി തൻ്റെ ഷോൾഡറിൽ കാൽഷ്യം ഡിപ്പോസിറ്റ് ആയിരിക്കുന്നുവെന്ന്. അതും ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു സർജറി കൂടാതെ അത് മാറിപ്പോകത്തില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിശ്വാസത്തോടെ ചർച്ചിൽ വരികയും കർത്താവിൻ്റെ കരം ഈ സിസ്റ്ററെ തൊട്ട് സൗഖ്യമാക്കുകയും ചെയ്ത് നമുക്ക് ആ സാക്ഷ്യം വന്ന് കാണാം. ബ്രദറെ, ഡോക്ടർമാർ സർജറി പറഞ്ഞെടുത്ത് കർത്താവ് ആന്റിക്ക് നൽകിയ അത്ഭുത വിടുതൽ പറയാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവസാനത്തെ കൈ വന്നയാളാണ്. ബാക്കി പറ, ഞാൻ ബാക്കി പറഞ്ഞോളാം. ഈ ആന്റിയുടെ പേര് വൃന്ദകുമാരി എന്നാണ്. പാച്ചല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. നിങ്ങൾ ആരെങ്കിലും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നവരെന്ന് കരയുയർത്തി കാണിക്കാവൂ. ഓക്കെ, പറഞ്ഞേട്ടെ, ബാക്കി പറ. ഒരാഴ്ചയായിട്ട് ആന്റിക്ക് വലത് കൈ ഷോൾഡർ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വളരെയധികം വേദന ഉണ്ടായിരുന്നു. ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഷോൾഡറിൽ കാൽസ്യം ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സർജറി കൂടാതെ റിലീഫ് ആവത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആൻറ്റി പറയുന്നത് 3-4 ദിവസം ഒരേ നൈറ്റി ഇട്ടാണ് ആൻറ്റി കിടന്നിരുന്നത്. ഡ്രസ്സ് മാറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ വന്നു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ഷോൾഡറിലെ പെയിൻ മാറി. കൂടാതെ സ്വന്തമായി ഡ്രസ്സ് മാറ്റാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആൻറ്റി ജോലിക്ക് പോയി തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു മോള്, ഇദ്ദേഹത്തിന്റെ മോള് നമ്മുടെ ചർച്ചയിൽ വരുന്ന ആ മോളൊന്ന് എഴുന്നേറ്റ് നോക്കാം. മോളെന്തി ഇനി അമ്മ ഈ സൗഖ്യത്തിന് വേണ്ടി പോവാത്തൊരു സ്ഥലമില്ല. ഷോർട്ട് കട്ട് ഞാൻ അങ്ങ് പറയുക, പോകാത്തൊരു സ്ഥലമില്ല. ഒരിടത്തും പരിപാടി സൗഖ്യം ആകില്ല എന്ന് കണ്ടപ്പോഴാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയത്. ഇത്ര വിശദീകരിച്ചാൽ പോരെ? ആ പോയെടുത്തുനിന്നുള്ള എല്ലാ കെട്ടും പാടങ്ങളും കൊണ്ട് ചേർത്ത കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ കെട്ടും പാണ്ടമൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ മേടി ചോദിച്ചു, അമ്മ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു? ഞാൻ മോള് ഇവിടെ വരുന്നോണ്ട് വന്നാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ കർത്താവ് കാരുണ്യവാനായിരുന്നു. അമ്മയ്ക്ക് ഒരു പരിപൂർണ സൗഖ്യം കൊടുത്തു. ഓപ്പറേഷൻ പറഞ്ഞെടുത്ത ഇത് ആരോഗ്യത്തോടെ ഇരിക്കുന്നു.
മോളൊന്ന് വരാമോ മോളെ, മോളൊന്ന് വരാമോ? ഇതൊന്നും ആ മോളൊന്ന് പറഞ്ഞ് കേൾക്കേണ്ടത് ആവശ്യം. ഭയങ്കര കാര്യമോ, കൊച്ചു കാര്യമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടോണം. അമ്മ ഇങ്ങനെ ആക്കത്തില്ല. ഇങ്ങനെ ആക്കുമ്പോൾ നിലവിളിക്കും കരയൊക്കെ ചെയ്യും. കണ്ട സഹിക്കാനൊക്കത്തില്ല. നമ്മൾ പ്രായമുള്ളവർക്ക് അങ്ങനെ കാണിക്കുന്നത് കാണാൻ നമുക്കൊരു പ്രയാസമോ. എന്തുവാ കൈക്ക് എന്തോ പ്രശ്നം? 4 ദിവസമായിട്ട് ആശുപത്രി കയറി ഇറങ്ങുവോ? കൈ അനങ്ങുന്നില്ല. കൈ അനങ്ങത്തില്ല. വേദനയോ? രാത്രിയൊക്കെ നിലവിളിയാ. വ്യാഴാഴ്ച ഞാൻ പിന്നെ രാത്രി 1:45 ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി പെയിൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊണ്ടുപോയി. കാൽസ്യം ഡിപ്പോസിറ്റ് ആണ്. ഇന്നലെയാണ് അറിഞ്ഞത് കാൽസ്യം ഡിപ്പോസിറ്റ് ആണ്, സർജറി ചെയ്യണമെന്ന്. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ച കാൽസ്യം ഡിപ്പോസിറ്റ് മാറുമോ? ഞാൻ പിടിച്ചോളാം അമ്മേ. നിക്ക അപ്പച്ചാ, ഈ അമ്മയുടെ കാൽസ്യം ഡിപ്പോസിറ്റ് മാറട്ടെ. ഈ കൈകളിലുള്ള കാൽസ്യം ഡിപ്പോസിറ്റ് മാറട്ടെ. ഈ കൈകളിലുള്ള കാൽസ്യം ഡിപ്പോസിറ്റ് മാറട്ടെ. Now the name of Jesus. ചെയ്യ് ഒന്നും കൂടെ. വേദന കുറഞ്ഞില്ലേ? നമുക്ക് പേടി വരുന്നു. ഇങ്ങനെ പൊക്കുമ്പോൾ പ്രശ്നമാവുമെന്ന് പേടി വരുന്നു. പൊയ്ക്കോളും. ഇവിടെ വന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ? കാണിച്ചു കൂട്ടിയിരുന്ന അങ്കക്കെട്ട് കണ്ടായിരുന്നോ? ഇവർ കാണിക്കുന്നത് കണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ കരയുമായിരുന്നു. എനിക്കൊരു ഉമ്മ എന്നേ നോക്കട്ടെ. ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ട്. പോ. അമ്മയുടെ വേദന എത്രത്തോളം സിവിയർ ആയിരുന്നു എന്ന് ഇവരോടൊന്ന് പറഞ്ഞേ. ആളുകൾ ഇത് കാണട്ടെ. യേശു സൗഖ്യമാക്കുന്ന ആളാണ്, ആളുകൾ കേൾക്കട്ടെ. അമ്മയ്ക്ക് എത്രത്തോളം സിവിയർ ആയിരുന്നു വേദന എന്ന് പറഞ്ഞു. നല്ല സുഖമുണ്ട്. ഇപ്പത്തെ അല്ല, വേദന എത്രത്തോളം വലുതായിരുന്നു അത് പറ. വേദന എനിക്ക് ഉറങ്ങാൻ വയ്യ, ഇരിക്കാനും കിടക്കാനോ ഒന്നിനും, ആഹാരം പോലും കഴിക്കാൻ പറ്റൂലായിരുന്നു. തുണി വസ്ത്രങ്ങളൊന്നും മാറ്റാനോ ഒന്നിനും കഴിയില്ലായിരുന്നു. മോള് പറഞ്ഞേ അമ്മയുടെ വേദനയുടെ തീവ്രത. ഈ തീവ്രത കണ്ട ആളാ ഞങ്ങൾ, അതുകൊണ്ടായി പറയുന്നത് കേട്ടോ. പറ. കൈ പൊക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, അത്ര നിലവിളിയാണ്. അപ്പോൾ വിളി കൂടി ഞാൻ രാത്രി തന്നെ 1:30 ആയപ്പോൾ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. വണ്ടിയൊന്നും കിട്ടിയില്ല. രാത്രി 1:45 ആയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ അവരെന്തോ ഇഞ്ചക്ഷൻ കൊടുത്തു, സ്റ്റിറോയിഡ് എന്തോണം കൊടുത്ത് വേദന അല്പം ശമനമായിട്ട് വന്നു. പിറ്റേന്ന് രാവിലെയും വന്നു വിളി തുടങ്ങി. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ ഗ്യാസിൻ്റെ ഒന്നും മരുന്നും കൊടുത്ത് വിട്ടു. നമ്മളും വിചാരിച്ച് ഗ്യാസ് ആയിരിക്കും. അങ്ങനെ രാത്രിയെ പിന്നെയും വേദന. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് എക്സ്റേ എടുത്തിട്ട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പിയിലൂടെയും കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ശനിയാഴ്ച ഞാൻ 2 ദിവസം കൂടെ നോക്കാം ടാബ്ലറ്റ് കഴിച്ചിട്ട്. ശനിയാഴ്ച ആയപ്പോൾ പിന്നെയും വേദന. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓർത്തോയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാനും അമ്മയാണ് പോയത്, പുരുഷന്മാരാരും വന്നിട്ടില്ലേ, അഡ്മിറ്റ് ചെയ്യാം, ഓപ്പറേഷൻ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സിവിയർ ആയിരുന്നു. കാൽസ്യം ഡിപ്പോസിറ്റ് ആണ്, ഇതിന് സർജറി ചെയ്യണം. ഉറങ്ങയില്ല. അവർ വലത് ഭാഗത്തോട്ട് ആർക്കും തൊടാൻ പോലും പറ്റും. ഞാൻ അമ്മയുടെ അടുക്ക് കൈ വെക്കാൻ ചെല്ലുവോ, ഇങ്ങനെ ഇത് വലിച്ചോണ്ട് പോയി. എന്നെ തൊടാൻ സമ്മതിച്ചില്ല ആദ്യം. അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വെക്കാൻ വരുവോ, അമ്മ തൊടാൻ സമ്മതിക്കത്തില്ല. കാരണം അത്ര വേദനയാ അമ്മയ്ക്ക്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കർത്താവ് കൊടുത്ത സൗഖ്യം ഭയങ്കര വലുതാ. യേശു ചെയ്ത അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. സന്തോഷമായിട്ട് പറയാം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇതേപോലെ സർജറി പറഞ്ഞിരിക്കുന്നവർ, എല്ലുകൾക്ക് തേയ്മാനമെന്ന് പറഞ്ഞിരിക്കുന്നവർ, ചില ഡിപ്പോസിറ്റുകൾ ജോയിൻറ്റിലായിരിക്കുന്നവർ, നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ സ്റ്റോണിൻ്റെ ഭാരത്തോടായിരിക്കുന്നവർ, സർജറി കൂടാതെ മാറില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഭാരത്തോടായിരിക്കുന്നു. വിശ്വാസത്തോടെ ആ ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ അടുക്കലുണ്ട്. അവൻ്റെ കരുതലാണ് നമ്മളായിരിക്കുന്നത്. വിശ്വാസത്താൽ ആ സൗഖ്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. ഒരു നിമിഷം പ്രയാസമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കരുണയുള്ള ദൈവമാ. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു കർത്താവേ. അപ്പോൾ സർജറി കൂടാതെ കർത്താവേ ഈ വ്യക്തികൾ സൗഖ്യമാകട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ അസാധാരണമായ വേദനയെന്ന് പറയുന്നവർ, കർത്താവേ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, ചില ഡിപ്പോസിറ്റുകൾ തൻ്റെ ശരീരത്തിലുള്ളതിനെ തുടർന്ന് ഭാരം അനുഭവിക്കുന്നവർ, കർത്താവേ അപ്പോൾ അതേ തുടർന്ന് അതിൻ്റെ കർത്താവേ യേശുവേ അതെല്ലാം മാറിപ്പോകട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ സ്റ്റോണുകൾ അത് പൊടിഞ്ഞു പോകട്ടെ. അപ്പോൾ
അത് ശരീരത്തു നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. ഷോൾഡർ പെയിനിലുണ്ടായിരിക്കുന്ന ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ. മുട്ടുകളിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത് ആതിരയാണ്. ആതിര പറയുന്നത് തനിക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. ആ കുഞ്ഞുമായിട്ടാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ആതിര എന്നാണ്. വെങ്ങാനൂർ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്. എന്നാൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചു, പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2022 സിസ്റ്റർ പറയുന്നത് സോളി സിസ്റ്റർ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 2023 ജൂലൈയിൽ സിസ്റ്റർ കൺസീവായി ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. നല്ല കൈയടി കൊടുക്കാം. ഒരു നല്ല മോളെ ദൈവം കൊടുത്തിരിക്കുക. 10 കൊല്ലത്തിന് ശേഷം കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. 10 കൊല്ലത്തിന് ശേഷം ഗ്രേറ്റ് തിങ്. കർത്താവേ, ഞങ്ങൾ ഈ മോളെ അനുഗ്രഹിക്കുന്നു. സുന്ദരിയായിട്ട് വളരട്ടെ, ദൈവകൃപയെ വളരട്ടെ, മനുഷ്യരുടെയും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളരട്ടെ. ചിരി വരുന്നുണ്ടോ? ഓക്കെ, ലവ് യു, താങ്ക് യു. അടുത്തതായിട്ട് സാക്ഷ്യം പങ്കുവെക്കുന്നത് ചിറയൻകീഴിൽ നിന്നും പ്രഭ എന്നു പേരുള്ളൊരു സിസ്റ്ററാണ്. ഓരോ അത്ഭുത സൗഖ്യവും അവരവരുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് നമുക്ക് ആ സൗഖ്യത്തിൻ്റെ വലിപ്പത്തെ നമുക്ക് പറയാനായി കഴിയും. ഈ സിസ്റ്റർ പറയുന്നത് 2008 BP വന്നതിനെ തുടർന്ന് തൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുവാനിടയായി. അത് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതിന് മാറ്റമുണ്ടായില്ല. കണ്ണ് മാറ്റിവെക്കാനായിട്ട് കണ്ണ് ദാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എഴുതി കൊടുത്തു. അതിൽ നിന്ന് കണ്ണ് ലഭിക്കുമെന്ന് കരുതി. എന്നാൽ 3 പ്രാവശ്യം അത് റിജക്റ്റായി. പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 2.5 ലക്ഷം രൂപയോളം കൊടുത്താൽ കണ്ണ് ശരിയാവുമെന്ന് പറഞ്ഞു. എന്നാൽ സാമ്പത്തികമായിട്ട് താൻ അനുഭവിച്ച പ്രയാസം നിമിത്തം ഇതിനൊന്നും മുതിരാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ ആ സിസ്റ്റർ ചർച്ചിൽ കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയൊന്ന് നോക്കിയാട്ടെ, ആ സിസ്റ്ററിനെ പൂർണ്ണമായി സൗഖ്യമാക്കി. ആ കണ്ണുകൾ ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞെടുത്ത് ലക്ഷങ്ങൾ മുടക്കിയാൽ പോലും ഒരുപക്ഷെ കാഴ്ച തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തയിടത്ത് കർത്താവ് തൻ്റെ കരം തൊട്ട് ആ സിസ്റ്ററിനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദർ ആൻറ്റിയുടെ പേര് പ്രഫ എന്നാണ്. ചിറയൻകീഴ് നിന്നാണ് ആൻറ്റി വരുന്നത്. 2008 ആൻറ്റിക്ക് BP കൂടുതലായിട്ട് ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് 2 ആഴ്ച മുമ്പ് അങ്ങോട്ട് ദൂത് പറഞ്ഞ കേസ് കിട്ടല്ലേ? ഓക്കെ, പറ, കേൾക്കട്ടെ, സന്തോഷമോ കേൾക്കാൻ. 1.25 വർഷം ആൻറ്റി പറയുന്നത് ഐ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം കണ്ണ് ദാനം ചെയ്യുന്നവരിൽ നിന്ന് കിട്ടാനായിട്ട് ചേച്ചി എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 പ്രാവശ്യവും ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ആൻറ്റി എറണാകുളത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് 2.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ കണ്ണ് മാറ്റി വെച്ച് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആൻറ്റിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ആൻറ്റി പറഞ്ഞു, എൻ്റെ ഒരു കണ്ണിൽ കാഴ്ചയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. മടങ്ങി വന്നു. ആൻറ്റി പറയുന്നത് കഴിഞ്ഞതിനു മുന്നത്തെ ആഴ്ച ബ്രദർ ആൻറ്റിയോട് അങ്ങോട്ട് ആലോചന പറഞ്ഞു. ആൻറ്റിയുടെ കണ്ണിൻ്റെ മേൽ കർത്താവ് തൊടുന്നു, ഇന്ന് ആ കാഴ്ച മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് ആ കാഴ്ച തിരികെ മടങ്ങി ലഭിച്ചു. ഭയങ്കരമായി പോയി. ഇതാരെങ്കിലും അന്ന് ദിവസം ഉണ്ടായിരുന്ന കര ഉയർത്തിക്ക്. എനിക്ക് തോന്നുന്നു ആ മൂലയിലെ ഫാൻ്റെ അടുക്കൽ അവരിരുന്നേ. അമ്മേ, ഒരു കൂട്ടം കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവാ. ഒന്ന്, അമ്മയുടെ ലങ്സുകൾ വിമിഷ്ടപ്പെടുത്തുന്ന പ്രയാസം മാറാൻ പോകുന്നു. 2, അമ്മയുടെ പുറത്തും നെഞ്ചിലും നീർക്കെട്ട് വരും, അത് മാറാൻ പോകുന്നു. 3, 2 കണ്ണിനും കാഴ്ചക്കുറവുണ്ടോണ്ടല്ലേ കണ്ണാടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ണിനൊരു പ്രത്യേക പ്രയാസമുണ്ട്. ആ കണ്ണിനകത്ത് കരട് വീണതുപോലൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇടത്തെ കണ്ണിന്
ആ കണ്ണിന് കാഴ്ചയില്ല. ഓ ഓക്കെ. നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ചിലത് നടക്കാൻ പോവാ? ഇവരുടെ കണ്ണുകളിന്റെ യേശു തൊടാൻ പോകുന്നു. 2 കണ്ണില് ഒരു കണ്ണ് കാണത്തില്ല. ഇടത്തെ കണ്ണ്. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞത് ആ ഇടത്തെ കണ്ണിനെ ശരിയാക്കുന്നതാണ്. ഇവരുടെ കണ്ണ് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. 2 കണ്ണും തുറന്നിരിക്കുക. കാഴ്ചക്കുറവ് കണ്ണാടി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ കർത്താവിന് സ്പെസിഫിക് ആയി പറഞ്ഞു അവരുടെ ഇടത്തെ കണ്ണിനെ ഞാൻ തൊടാൻ പോവാ. ആമേൻ. ഈ പറയുന്നോ കർത്താവിന്റെ കരയെ തൊടട്ടെ. എനിക്ക് കണ്ണ് കാണത്തില്ല അല്പം പോലും. അപ്പോ 2008 നഷ്ടപ്പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. കംപ്ലീറ്റ് പോയതാ. ഒരു കണ്ണ് കംപ്ലീറ്റ് പോയി. ഇപ്പൊ ആ കംപ്ലീറ്റ് പോയ കണ്ണ് തിരിച്ചു വന്നു. ഇത് ഭയങ്കരമായി പോയി കേട്ടോ. ഒന്ന് തുള്ളിച്ചാടിയാ മതിയാകത്തില്ല. കണ്ണ് ദാനമായി കിട്ടുന്നിടത്ത് 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലവ് യു ജീസസ്. എന്താ അമ്മേ? ഡോക്ടർ തന്ന റെക്കോർഡെല്ലാം കയ്യിലുണ്ട്. പിന്നെ 3 ഡോക്ടർ തന്ന റെക്കോർഡെല്ലാം കയ്യിലുണ്ട്. എന്റെ പൊന്നമ്മച്ചി റെക്കോർഡായിട്ട് വരണം. നമുക്കത് സൂക്ഷിക്കണം. എന്റെ ദൈവം ചെയ്തത് വലുതാണ്. ഫ്ലഷ് എടുക്കും. മാസം തോറും ഇപ്പോഴും പോയി കണ്ണിന് ഫ്ലഷ് എടുക്കുമായിരുന്നു. എന്നിട്ടും പറഞ്ഞില്ല. അവന് ഡോക്ടർ ദാനം കിട്ടുമെങ്കിൽ ഇട്ട് തരാന്ന് പറഞ്ഞ് 3 അപേക്ഷ കൊടുത്തു. 3 അപേക്ഷയും കിട്ടും. കണ്ണ് ദാനമായി കിട്ടുമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് 3 അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ നടന്നില്ല. എറണാകുളത്ത് പോയി 2.5 ലക്ഷം രൂപ കൊടുക്കാന്ന് വിചാരിച്ചു. അത് നടന്നില്ല. എന്നാൽ കർത്താവ് ഫ്രീ ആയിട്ട് തന്നിരിക്കുക. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇതെനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കാണുന്ന ആളുകളും ഈ ദൂത് പറയുമ്പോൾ കേട്ട് കാണുന്ന എന്റെ വിശ്വാസം. ഞാൻ ഈ ചേച്ചിയുടെ അടുക്ക ചെന്ന് ദൂത് പറഞ്ഞതാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സൗഖ്യം കൊടുത്തു. യേശു കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കണ്ട് ഞാനും സോളിയും കൂടി എന്തുവായിരുന്നു സംസാരിക്കാൻ കാരണം ഈ ചേച്ചിയുടെ കാര്യം. സൗഖ്യം വലുതാണെന്ന് പറഞ്ഞപ്പം അന്നേരം ആ ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അത് കുഴപ്പമില്ല, കർത്താവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചി കർത്താവ് കൊടുത്ത സൗഖ്യം ഭയങ്കരമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സോളി എന്നോട് പറഞ്ഞു ആ ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ആ പറയേണ്ട കാര്യമൊന്നുമില്ല, കണ്ണ് സെറ്റ് ആയെന്നാണല്ലോ കർത്താവ് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു കേട്ടോ. പക്ഷെ ഇതിന്റെ ഗൗരവം ഇപ്പൊ കുറച്ചും കൂടെ മനസ്സിലായി. കണ്ണിന്റെ കാഴ്ച പരിപൂർണമായി പോയി. തിരിച്ചു കർത്താവ് പരിപൂർണമായി കൊടുത്തു. എന്റെ യേശു ജീവിക്കുന്നു. ഭയങ്കരോ ഭയങ്കരോ ഭയങ്കരോ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന ഈ സമയത്ത് ചിലരുടെയും കൂടെ കണ്ണ് തുറക്കാൻ പോവാന്ന്? അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല കേട്ടോ. അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ഒരുവൻ ഇപ്പോഴും ഉണ്ട്. അവൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇന്നും ജീവിക്കുന്നു. സൂപ്പർ നാച്ചുറലുകൾ ഇപ്പോഴും ഉണ്ട്. അതിന്റെ കണ്ണ് പോയത് പ്രഷർ കൂടിയതിനു ശേഷമോ? അങ്ങനെ കാഴ്ച കംപ്ലീറ്റ് പോയതാ. 2 പ്രാവശ്യം കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് 2 പ്രാവശ്യം പ്രഷർ കണ്ണ് ഓപ്പറേഷൻ ചെയ്തത് വന്നിട്ടും മാറ്റം ഉണ്ടായില്ല. പിന്നെ 2 പ്രാവശ്യം കൃഷ്ണമണി ഇളക്കിയായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഈ കണ്ണിന്റെ കൃഷ്ണമണി അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. കൃഷ്ണമണി ഇളക്കാൻ പറ്റുമോ? ഇളക്കിയായിരുന്നു. അതവിടെ TV-യിൽ വെച്ചിട്ടുണ്ട്. കണ്ണാശുപത്രിയിൽ TV കാണിക്കാൻ വെച്ചിട്ടുണ്ട്. മക്കളെല്ലാം പോയി കണ്ടായിരുന്നു. മക്കളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. അങ്ങനെ മക്കളെ വിളിച്ച് അത് TV-യിൽ കണ്ടായിരുന്നു. അതായത് അവര് ഈ കണ്ണിൽ അതായത് കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്തു, മക്കൾക്ക് കാണിച്ചു കൊടുത്തു. കൃഷ്ണമണി ഇളക്കിയിട്ട് എന്നിട്ട് ശരിയായില്ല. അന്ന് ഈ ഇളയമോൻ ഓർമ്മയില്ലാതൊക്കെ വരികയും ചെയ്യായിരുന്നു. ഈ കണ്ണ് ഇളക്കിയത് വെച്ച് കണ്ടിട്ട് എന്റെ അമ്മ. പിന്നെ അല്ല അമ്മ ചെയ്യേണ്ട കാര്യം എന്നാന്നറിയോ? ഈ റിപ്പോർട്ട് എല്ലാം വെച്ചിട്ട് കാണിച്ച ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് കാണിക്കണം ഡോക്ടർ എനിക്ക് കാഴ്ച കിട്ടിയെന്ന് പറയണം. ഈ മാസത്തിൽ പോയി ഡോക്ടറോട് പറയണം ഡോക്ടറെ പോയത് തിരിച്ചു വന്നു. ഭയങ്കരമായി പോയി. ഒന്ന് ചേർന്ന് കൈയടിച്ചേ ഒക്കത്തുള്ളൂ. ഇത് പോയത് തിരിച്ചു വന്നതാ. ഞാൻ ആദ്യമായിട്ട് കൃഷ്ണമണി ഇളക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ കേൾക്കുന്നത് ഞാൻ ആദ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടുണ്ടോ? ഇളയ മോനത് കണ്ടിട്ട് ബോധം കെട്ടി വീഴണമെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും ആ കാര്യം. എന്നാൽ എന്റെ യേശു കൊടുത്ത സൗഖ്യത്തിന് നന്ദിയപ്പ. അവിടുന്ന് കൊടുത്ത വിടുതലിന് നന്ദിയപ്പ. ഇതാരുടെയും കഴിവല്ല, മിടുക്കല്ലപ്പ. ഇത് അങ്ങയുടെ ദയ മാത്രം. ഇപ്പോൾ എന്നെ യൂട്യൂബിൽ കാണുന്നവർ നഷ്ടപ്പെട്ടത് തിരിച്ചു വരട്ടെ. പിശാച് അപഹരിച്ച കാഴ്ച യേശുവിന്റെ നാമത്തിൽ
ഈ ചേച്ചിക്ക് മടങ്ങി വന്നതുപോലെ മടങ്ങി വരട്ടെ. വെള്ളെഴുത്ത് മാറട്ടെ, ലോങ് സൈഡ് മാറട്ടെ, ഷോർട്ട് സൈഡ് മാറട്ടെ. Come on, കൈ അടിച്ചോ, യേശുവിനെ ആരാധിച്ചോ. ദൈവത്തിൻ്റെ കരത്തിൻ്റെ വലിപ്പം എത്ര വലുതാണ്. ആമേൻ. ഞാൻ അനുഭവിക്കുന്ന വേദന അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ എനിക്കൊരു അത്ഭുതം അനുഭവിക്കാൻ കഴിയുന്നത് അത് തികച്ചും അനുഗ്രഹം തന്നെയാണ്. എൻ്റെ ദൈവം അത് ചെയ്യുന്നത് തികച്ചും അനുഗ്രഹം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ചെറിയൊരു തലവേദനയായിരിക്കാം. ആ തലവേദന തന്നെ ചില ആളുകൾക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വന്ന് അതേ തുടർന്ന് ഭാരപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ഏത് തന്നെയാണെങ്കിലും കർത്താവ് തരുന്ന സൗഖ്യത്തിൻ്റെ വലിപ്പം അത് വലുതാണ്. വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആമീൻ. അവൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട സൗഖ്യം പോലെ ഇവരുടെ ലൈഫിലും അസാധാരണമായ ചില കാര്യങ്ങളിൽ അപ്പാ വേദനകളിൽ കർത്താവെ അപ്പാ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കണം അപ്പാ. യേശുവേ അപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പാ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാകുന്നു, അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു, അവിടുന്ന് ഞങ്ങളുടെ നല്ല വൈദ്യനാകുന്നു കർത്താവേ. അപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ കർത്താവേ, ശാരീരിക ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്. ആമീൻ. അവൻ്റെ കരം മുറുകെ പിടിച്ചാട്ടെ, അവൻ്റെ കരം പിടിച്ചാട്ടെ. ആമീൻ. നിൻ്റെ ലൈഫിൽ നിന്ന് പരാജയം മാറിപ്പോകുവാനിടയാകും. ജയത്തിൻ്റെ അനുഭവത്തിൽ നീ ജീവിക്കാനിടയാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു കർത്താവേ. പരാജയം നീങ്ങിപ്പോകട്ടെ അപ്പാ. ക്രിസ്തുവിലുള്ള ജയം അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അതോടൊപ്പം തന്നെ കർത്താവേ, വാഹനമെടുത്തതിനെ തുടർന്ന് തൻ്റെ ലൈഫിൽ ഒത്തിരി കടബാധ്യത വന്നിട്ട് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അപ്പാ, അവിടുത്തെ കൃപ ആ കുടുംബത്തെ പൊതിയണമേ അപ്പാ, വിടുവിക്കണമേ അപ്പാ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണം അപ്പാ, നാശത്തിൽ നിന്ന് വിടുവിക്കണം അപ്പാ. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.